അതുപോലെ ശരിക്കും ഒരു ബിസിനസ്സിന് ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റൽ. അത് നമ്മളായിട്ട് കൊണ്ടുവരാം, ഡെറ്റായിട്ട് കൊണ്ടുവരാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരാം. പലപ്പോഴും റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, റോങ് പീപ്പിൾ വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിന് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഡിഫൈൻ ചെയ്ത രീതി എങ്ങനെയാണ്? പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ രീതി എന്ന് വെച്ചാൽ റിട്ടേൺ ROI ബേസ്ഡ് ആണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വാല്യൂ ഇൻവെസ്റ്റേഴ്സാണ്. ലോങ് ടൈമിലേക്ക് നമ്മുടെ വിഷനോട് കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫൈനലി ഇവരായിട്ടുള്ള ടേംസ് നമ്മുടെ ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യാതെ എന്നാൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഞാൻ അവരോട് എൻ്റെ ഇനീഷ്യൽ ടോക്ക് തന്നെ, നമുക്കിപ്പോൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് കുഴിച്ചിട്ട് 6 മാസം കൊണ്ട് വിളവ് കിട്ടും. അതേസമയം ഒരു തേക്ക് മരമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ വാല്യൂ വലുതായിരിക്കും. മരച്ചീനിയുടെ വാല്യൂ അല്ല ഒരു തേക്ക് മരത്തിൽ മരച്ച്. അപ്പോൾ ഇതേപോലെ ഒരു ലോങ് ടൈമിൽ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്ത് അതിൽ നമ്മൾ അടിയുറച്ച് നിന്നാൽ നമുക്ക് എന്തായാലും നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും ഈ രാജ്യത്തിനൊക്കെ ഗുണകരമായൊരു ബിസിനസ് മോഡലാക്കി ഇതിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായി. അതിന് വൃത്തിയിലുള്ള MA സംവിധാനങ്ങളുണ്ട്. ഇൻവെസ്റ്റേഴ്സിനേറ്റും ഡയറക്ടേഴ്സിനേറ്റൊക്കെ സംവദിക്കാനായിട്ടൊരു സ്റ്റാഫുണ്ട്. എല്ലാ മാസത്തിലും പ്യാനൽ ഡിസ്കഷൻ. ഇത്തരത്തിൽ കമ്പനി തുടങ്ങിയത് തൊട്ട് ഇതുവരെ മുടങ്ങാതെ എല്ലാ മന്ത്ലി പ്യാനൽ ഡിസ്കഷൻ നടന്നു പോകുന്നുണ്ട്. പല ഓൺടർപ്രണേഴ്സും പ്യാനൽ 6 മാസമോ 1 വർഷം കഴിഞ്ഞൊക്കെ നോക്കുന്നു. ഈ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ അന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. പിന്നെ ബാലൻസ് ഷീറ്റ്, പല ഓൺടർപ്രണേഴ്സിനും ബാലൻസ് ഷീറ്റ് നോക്കാൻ അറിയില്ല. ഇത് പറയല്ല, ഞാൻ പറയുന്നത് എനിക്കും അറിയില്ലായിരുന്നു ഒരു കാലത്ത്, ഞാനും പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോണിറ്ററിലൂടെയാണ് നമുക്കൊരു വലിയ വിഷൻ മാത്രം വെച്ചാൽ പോരാ, വിഷനിലോട്ട് എത്താനുള്ള ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് അവരായിട്ട് ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ. അതെ. കാരണം ചില സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്ററും ഫൗണ്ടർ റോളിലേക്ക് വരും. അതായത് ഒരു ഫൗണ്ടർക്ക് വേണ്ട ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി, ആ റിസ്ക് ടേക്കിങ്ങിനെ പലപ്പോഴും നമുക്ക് ചോദ്യം ചെയ്യാറുണ്ട്. നമ്മുടെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാം കൃത്യമായി ഡിഫൈൻ ആക്കിയിട്ട് അത് ഡിഫൈൻ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അത് ഞാൻ അവരോട് പറയുന്നത്, അക്കൗണ്ട്സ് ആണല്ലോ, ഫിനാൻസ് ആണല്ലോ, അക്കൗണ്ട്സ് എന്ന് പറയാൻ പാടില്ല, ഫിനാൻസ് ആണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം. അതിലൊരു 100% ട്രാൻസ്പെറൻസി അവർക്കും, തിരിച്ച് ഓപ്പറേഷനിൽ എനിക്കൊരു 100% ഫ്രീഡം എനിക്കും. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരമായിട്ട് ചെയ്യാറുണ്ട്. ബോർഡിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് എൻ്റെ മെമ്പേഴ്സ് എനിക്ക് ആ ഫ്രീഡം തരുന്നുമുണ്ട്. അല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള ഓപ്പറേഷനുള്ള തീരുമാനങ്ങൾക്ക്, ചെറിയ തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ കോൺഫ്ലിക്റ്റുകൾ വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.